ഈ മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ആശുപത്രിയിലൊക്കെ എന്തെങ്കിലും ചികിത്സാ പിഴവ് സംഭവിച്ചാൽ ആദ്യം അതിന്റെ ഇരകളെ കുറ്റപ്പെടുത്തുന്ന ഒരു സമീപനമാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അത് നമ്മൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലെ ആശുപത്രി കെട്ടിടം തകർന്നു വീണപ്പോഴും അന്നും മന്ത്രി എടുത്തൊരു സമീപനം അങ്ങനെയായിരുന്നു, ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ മേന്മ പറയാനും മേനി പറയാനും മാത്രമാണ് മന്ത്രിയാണെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ആളുകളാണെങ്കിലും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സംഭവത്തിൽ ഈ പാവപ്പെട്ട കുട്ടിയുടെ അമ്മയെയും മാതാപിതാക്കളെയും ഒക്കെ കുറ്റപ്പെടുത്തുന്ന ഒരു സമീപനം സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, ചെറിയൊരു പരിക്ക് പറ്റി ചെല്ലുന്നൊരു കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റുന്ന ഒരു അവസ്ഥ എന്ന് വന്നാൽ, ഒരു 9 വയസ്സുള്ള ഒരു കുട്ടിയുടെ കൈയാണ് ഈ നിലക്ക് മുറിച്ചു മാറ്റേണ്ടി വന്നത്. ഞാനിപ്പോൾ അവരുടെ അമ്മയുമായി സംസാരിച്ചു, അച്ഛനുമായി സംസാരിച്ചു, ICUയിൽ പോയി. അപ്പോൾ അവർ പറയുന്നത് ചെറിയൊരു പരിക്ക് പറ്റി ചെന്ന ഒരു കുട്ടിയുടെയാണ് കൈ മുറിച്ചു മാറ്റിയത്. മാത്രമല്ല, അവർ വേദനയുണ്ട്, ഈ കുട്ടി വാവിട്ട് കരഞ്ഞ് ആ സംഭവങ്ങളൊക്കെ ആശുപത്രിയിൽ പറഞ്ഞപ്പോൾ അവസാനം ഈ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാർ പറഞ്ഞത്, നിങ്ങൾ സ്വകാര്യ ആശുപത്രിയിൽ പോയിക്കോളൂ, ഏതാണ്ട് 1.5 ലക്ഷം രൂപ നിങ്ങൾക്ക് ചെലവ് വരും, അവിടെ നിന്ന് ചികിത്സിച്ചോളൂ എന്ന് പറയുന്നൊരു സ്ഥിതിയാണ്. അപ്പോൾ ഈ സർക്കാർ ആശുപത്രി സംവിധാനങ്ങളൊക്കെ സ്വകാര്യ മേഖലയിലേക്ക് ആളുകളെ റഫർ ചെയ്യുന്ന ഒരു റഫറൽ കേന്ദ്രങ്ങൾ മാത്രമായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ആരാണ് ഈ നിലക്ക് നമ്മുടെ നാട്ടിലെ സർക്കാർ ആശുപത്രികളെ മാറ്റിയത്? അതിന് സർക്കാർ മറുപടി പറയണം. ഇപ്പോൾ കേവലമായ ഒരു സസ്പെൻഷൻ, ഇപ്പോൾ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ തൽക്കാലം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഒരു സസ്പെൻഷൻ, അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്നില്ല. ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജിൽ തന്നെ കോഴിക്കോട് അർഷിന, അവരുടെ വയറ്റിലാണ് ഒരു വലിയ കത്രിക വെച്ച് മറന്നുപോയത്. 6 കൊല്ലമാണ് അവർ വേദന സഹിച്ചത്. അവസാനം സർക്കാർ ആരോഗ്യമന്ത്രി എന്താ പറഞ്ഞത്? 2 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കാം. 2 ലക്ഷം രൂപയാണോ 6 വർഷം ഒരു സ്ത്രീ അനുഭവിച്ച വേദനക്കുള്ള പരിഹാരമായി കൊടുക്കേണ്ടത്? അപ്പോൾ ഈ പാവപ്പെട്ട കുഞ്ഞിന് ഏറ്റവും ചുരുങ്ങിയത് ഒരു 50 ലക്ഷമെങ്കിലും നഷ്ടപരിഹാരം കൊടുക്കണം. കാരണം അവരുടെ വലത് കൈയാണ് മുറിച്ചു മാറ്റിയത്. അവർക്കുണ്ടാകുന്ന ട്രോമ, ആ കുട്ടി ഇനി ആ കൈയില്ലാതെ വളരേണ്ടി വരുന്നൊരവസ്ഥ. അപ്പോൾ അതിനൊക്കെ തൽക്കാലത്തേക്കുള്ള ഇത്തരം ഓട്ടയടക്കൽ നടപടികളല്ലാതെ ശാശ്വതമായ പരിഹാരം ഉണ്ടാവണം. ഈ സർക്കാർ മേഖലയിലെ ആരോഗ്യ സംവിധാനങ്ങളെ നോക്കാനും പറയാനും ആളില്ലാത്ത ഒരു നാഥനില്ലാ കളിവയാക്കി മാറ്റിയതിന് വകുപ്പ് മന്ത്രി മറുപടി പറയാം. അതായത് ഒരു വ്യക്തി കോൺഗ്രസ് പാർട്ടി മാറി കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് എത്തിയാൽ എത്രത്തോളം വർഗീയമാകുമെന്നതിൻ്റെ ഒരു ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ വ്യക്തി നടത്തിയ ഒരു പരാമർശം. അപ്പം അദ്ദേഹം പറഞ്ഞ 2 കാര്യങ്ങൾ. ഒന്ന്, വിശ്വാസികളുടെ വിശ്വാസത്തെയാണ് അദ്ദേഹം ആക്ഷേപിച്ചത്. സ്വർഗവും നരകവും എന്നൊക്കെ പറയുന്നത് അവരുടെ വിശ്വാസത്തിന്റെ ഏറ്റവും അടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അതിന് എവിടെയോ കിടക്കുന്ന ഒരു സ്വർഗം, അത് ലീഗുകാർ കണ്ടുപിടിച്ച സാധനം എന്ന നിലക്കാണ് അദ്ദേഹം ആക്ഷേപിക്കുന്നത്. എന്തോ അങ്ങനത്തെ ഒരു സംഭവമാണെന്ന നിലക്കാണ് അദ്ദേഹം ആക്ഷേപിച്ചത്. എവിടെയോ കിടക്കുന്ന ഒരു സ്വർഗത്തിന് വേണ്ടി ലീഗുകാർ ഇവിടെ എന്തോ കുഴപ്പമുണ്ടാക്കുന്നു. അത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടൊരു കാര്യമാണ്. അതിനെ അവഹേളിക്കാൻ അദ്ദേഹത്തിന് ആരാണ് ലൈസൻസ് കൊടുത്തത്? രണ്ടാമത്തെ കാര്യം, മലപ്പുറം ജില്ലയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗിച്ച സ്ഥലം മലപ്പുറം ജില്ലയുടെ അതിർത്തിയാണ്. പാലക്കാട് ജില്ലയും മലപ്പുറം ജില്ലയുടെയും അതിർത്തിയാണ്. അപ്പോൾ മലപ്പുറം ജില്ലയോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ആ ജില്ലയുടെ വർഗീയ സ്വഭാവമാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയുമ്പോൾ ഒരു ജില്ലയെ തന്നെ ആകമാനം ആക്ഷേപിക്കുന്നു. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയോടാണ്. ഇത് CPM-ന്റെ നയമാണോ? നിങ്ങളിപ്പോൾ സമീപകാലത്ത് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ആ നയത്തിന്റെ ഒരു തുടർച്ച എന്ന നിലക്കാണോ ഈ വ്യക്തിയും അത്തരം ഒരു പരാമർശം നടത്തിയത്? നിങ്ങളിതിനെ പിന്തുണയ്ക്കുന്നുണ്ടോ? അതല്ല, നിങ്ങൾ ഇതിനെ പിന്തുണയ്ക്കുന്നില്ല എങ്കിൽ, CPM-ന്റെ നയമല്ലെങ്കിൽ ഇത്തരം പ്രസ്താവന നടത്തിയ ഒരാൾക്കെതിരെ എന്ത് നടപടിയാണ് നിങ്ങൾ സ്വീകരിക്കാൻ പോകുന്നത്? നിങ്ങൾ അത്തരമൊരു നടപടി സ്വീകരിക്കുന്നില്ല എങ്കിൽ, അതിനെ തള്ളിപ്പറയുന്നില്ല എങ്കിൽ, സമീപകാലത്ത് മലപ്പുറം ജില്ലക്കെതിരായും ന്യൂനപക്ഷങ്ങൾക്കെതിരായും നിരന്തരമായി നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആക്ഷേപത്തിന്റെ അല്ലെങ്കിൽ വർഗീയതയുടെയും വിദ്വേഷത്തിന്റെയും ഒരു തുടർച്ച. ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ വേണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കാറിൽ ആരാണ് അദ്ദേഹം കയറ്റിയിരുത്തിയത്? അദ്ദേഹം കയറ്റിയിരുത്തിയത് ഈ കേരളത്തെ ഒരു സമുദായത്തെക്കുറിച്ച് അങ്ങേയറ്റം ആക്ഷേപിച്ച, മലപ്പുറം ജില്ലയെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞ് ഇതെന്തോ പ്രത്യേക രാജ്യമാണ്, അവിടെ മറ്റുള്ളവർക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന നിലക്ക് പരാമർശം നടത്തിയ ഒരു വ്യക്തിയെ ചേർത്ത് നിർത്തി അത്തരം വർഗീയവാദികളെയും വിഭജനവാദികളെയും ഒക്കെ കൂടെ നിർത്തുന്ന ഒരു സമീപനമാണ്, ഒരു നടപടിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എടുത്തത്. അപ്പോൾ അതിന്റെ ഒരു ഭാഗമായിട്ട് ആസൂത്രിതമായിട്ടാണോ ഇദ്ദേഹം ഇത്തരം ഒരു പരാമർശം നടത്തിയിട്ടുള്ളത് എന്നുള്ളത് CPM ആണ് വ്യക്തമാക്കേണ്ടത്. ഈ പറഞ്ഞ ആൾ തന്നെ സ്ഥാനാർത്ഥിയായപ്പോൾ പാലക്കാട് തങ്ങളെ അടക്കം സന്ദർശിച്ച് പിന്തുണ ഉറപ്പുവരുത്തുകയാണ്. പാലക്കാട് തങ്ങളെ മാത്രമല്ല, അദ്ദേഹത്തിന് സീറ്റ് കിട്ടിയപ്പോഴും പാലക്കാട്ട് സീറ്റ് കിട്ടാൻ വേണ്ടിയും പാർട്ടിയുടെ വാർഡ് നേതാക്കന്മാർ തൊട്ട് സംസ്ഥാനതല നേതാക്കന്മാർ വരെ തിണ്ണനിറങ്ങിയ ഒരു സമീപനമായിരുന്നു അന്ന് അദ്ദേഹം സ്വീകരിച്ചത്. അതേ ലീഗ് തന്നെയാണ് ഇപ്പോഴത്തെയും ലീഗ്. പക്ഷേ ഇത് ഞാൻ മനസ്സിലാക്കുന്നത് പാർട്ടി തലത്തിൽ കൂടിയാലോചിച്ച് ഈ പറയുന്നത് പോലെ ഒരു വ്യത്യസ്ത സമുദായങ്ങൾ തമ്മിൽ ഒരു വിഭാഗീയത ഉണ്ടാക്കി ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കുന്ന ഒരു സമീപനം നയപരമായി തന്നെ പാർട്ടി സ്വീകരിച്ചിരിക്കുന്നുവെന്നും അതിന്റെ ഭാഗമായി ഒരു നിന്നു കൊടുക്കുന്ന ഒരു പ്രസ്താവനയാണ്
അദ്ദേഹം നടത്തിയെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ലെങ്കിൽ CPM വ്യക്തമാക്കണം. തീർച്ചയായിട്ടും. കാരണം സമീപകാലത്ത് ഇപ്പോൾ മലപ്പുറം ജില്ലക്കെതിരായി കേരളത്തിലെ മുഖ്യമന്ത്രി നടത്തിയ ഒരു പ്രസ്താവന നമ്മൾ കണ്ടല്ലോ. ഹിന്ദു പത്രത്തിലാണ് അദ്ദേഹത്തിന് അഭിമുഖം വന്നത്. ഇപ്പോൾ പിന്നെ VS അച്യുതാനന്ദന്റെ മുൻ പ്രൈവറ്റ് സെക്രട്ടറിയുടെ മകന്റെ ലാപ്ടോപ്പ് അടക്കം കസ്റ്റഡിയിലെടുത്തു. CPMന്റെ ഒരു നേതാവിനെതിരെ ആരോപണമുയർത്തി എന്ന കാരണം പറഞ്ഞിട്ട് മുൻ പ്രൈവറ്റ് സെക്രട്ടറി അറസ്റ്റ് ചെയ്തു. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു ജില്ലക്കെതിരായി അദ്ദേഹം പറയാത്ത ഒരു ആക്ഷേപം പത്രത്തിൽ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അത്തരം എന്തെങ്കിലും ഒരു അന്വേഷണം ഉണ്ടായോ? ഒരു PR ഏജൻസിയാണ് അതിന്റെ പിന്നിലെന്ന് പറഞ്ഞു. ആ PR ഏജൻസിയുടെ ലാപ്ടോപ്പ് പരിശോധിച്ചോ? ആ PR ഏജൻസിയുടെ ആരെങ്കിലും കസ്റ്റഡിയിലെടുത്തോ? അപ്പൊ ഇത് വ്യക്തമാണ്. ഇതൊക്കെ മുഖ്യമന്ത്രിയുടെ അറിവും സമ്മതത്തോടുകൂടി വലിയ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള മറുപടികൾ ഉണ്ടാവുക എന്നതിനപ്പുറത്തേക്ക് ആസൂത്രിതമായ നീക്കമാണ്. നേരത്തെ കേരളം ഭരിക്കാൻ പോകുന്നത് കുഞ്ഞാലിക്കുട്ടിയും കുഞ്ഞുമാണിയും കുഞ്ഞുഞ്ഞുമാണ് എന്ന പ്രസ്താവനയ്ക്ക് സമാനമായ രീതിയിൽ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാനാണ് ഇപ്പോൾ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാസർകോട്ടെ ഇവരുടെ ഒരു പ്രചരണ തന്ത്രം എന്തായിരുന്നു? അവിടെ രാജ്മാൻ ഉണ്ണിത്താന്റെ രൂപഭാവമുള്ള ഒരാളെ വേഷം കെട്ടി ആ രൂപഭാവമുള്ള ഒരാള് അവിടെ ഒരു മുസ്ലിം പ്രദേശത്തേക്ക് പോവുകയാണ്. അപ്പോൾ പോകുമ്പോൾ ആളുകൾ ചോദിക്കുകയാണ്, എവിടേക്കാണ് നിങ്ങൾ പോകുന്നത്? നിങ്ങൾ പോകുന്നത് ഇന്ന സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലം ഇന്ന ആളുകളുള്ളതാണ്. ഉടനെ അദ്ദേഹത്തിന്റെ നെറ്റിയിൽ തൊട്ട ആ ഭസ്മം അദ്ദേഹം മായ്ച്ചു കളയാണ്. അപ്പോൾ എന്താണ് അത് കൊടുക്കുന്ന സന്ദേശം? മുസ്ലിങ്ങൾക്ക് ഈ കൊട്ടു തൊടുന്നവരോട് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നൊരു സന്ദേശം കൊടുത്ത് അവിടെ ഒരു വിദ്വേഷം ഉണ്ടാക്കാനുള്ള ശ്രമം അവിടെ നടത്തി. വടകരയിൽ ഷാഫി പറമ്പിനെതിരെയുള്ള കാഫിർ സ്ക്രീൻഷോട്ട്, കോഴിക്കോട്ട് കരീം ക പോസ്റ്ററായിരുന്നു, മുമ്പൊന്നും കാണാത്ത രീതിയിലുള്ള കരീം ക എന്നൊരു പോസ്റ്റർ. അത് ഏത് കേന്ദ്രങ്ങളിലാണ് ആ പോസ്റ്റർ ഒട്ടിച്ചത്? അപ്പൊ അന്ന് പയറ്റിയ തന്ത്രം അങ്ങനെയായിരുന്നു. അതിന് മുമ്പ് പയറ്റിയ തന്ത്രം വേറെ രീതിയിലായിരുന്നു. പക്ഷെ ഈ തന്ത്രങ്ങളെയൊക്കെ തകർത്ത് കളഞ്ഞ പാരമ്പര്യമാണ് കേരളത്തിനുള്ളത് എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി മറക്കാൻ പാടില്ല. അവരെന്തെല്ലാം വിദ്വേഷവും വിഭജനവും വർഗീയതയും ആളിക്കത്തിക്കാൻ ശ്രമിച്ചാലും അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു പാരമ്പര്യമല്ല കേരളത്തിനുള്ളത് എന്നുള്ളത് അവർ ഓർക്കണം. അതിന് തടസ്സമൊന്നുമില്ലല്ലോ. MLA ഔദ്യോഗിക പരിപാടി പങ്കെടുക്കുന്നതിന് എന്താ തടസ്സം? ഈ തരൻ പാലക്കാട്ട് മത്സരിക്കാനായി ലീഗ് നേതാക്കളെ സമീപിച്ചിരുന്നു. അദ്ദേഹം വാർഡ് തലം മുതലുള്ള ആളുകളൊക്കെ കണ്ടതാ. അന്ന് വാർഡ് തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള ആളുകളുടെ പിറകെ നടന്ന് എങ്ങനെയെങ്കിലും സീറ്റ് കിട്ടാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ. അതേ ലീഗ് തന്നെയാണ് ഇപ്പോഴത്തെ ലീഗ്. പിന്നെന്താ സംശയം? അല്ല, അത് ആരൊക്കെയാന്നുള്ളത് ഞാൻ പറയുന്നില്ല. പക്ഷെ അതായിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ സമീപനം. അതൊക്കെ നിങ്ങൾ ഇപ്പൊ സ്ഥാനാർത്ഥിയാകുമ്പോൾ അന്ന് അദ്ദേഹം ലീഗിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലുണ്ടല്ലോ, ആർക്കൈവ്സിലുണ്ടല്ലോ. അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്നത് BJPയിലേക്ക് ഇപ്പം CPM നിൽക്കുന്ന ആളുകളൊക്കെ ഇങ്ങനെ വർഗീയതയും വിദ്വേഷമൊക്കെ പറയാൻ കഴിയുമെങ്കിൽ അത് പച്ചക്ക് പറയുന്ന BJPയുടെ കൂടെ നിന്നാൽ എന്താ എന്ന് അവർ ഭാവിയിൽ ചിന്തിക്കും. അപ്പോൾ CPM ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സർക്കാർ ആശുപത്രികൾ സ്വകാര്യ ആശുപത്രികളിലേക്കുള്ള റിക്രൂട്ടിംഗ് സെന്ററുകളാക്കി മാറ്റുന്നത് പോലെ BJPയിലേക്കുള്ള റിക്രൂട്ടിംഗ് കേന്ദ്രങ്ങളാക്കി CPMനെ മാറ്റുന്ന ഒരു സമീപനമാണ് CPM നേതൃത്വം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്.